ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ എങ്ങനെ ആയിരുന്നു എന്ന് നോക്കാം. ഇന്നൊരു ഓഫ് ഡേ ആണ്. ഓഫാണെന്ന് കരുതി ഒരുപാട് നേരമൊന്നും ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങാറില്ല. ഡ്യൂട്ടി ഉള്ള ദിവസം എഴുന്നേൽക്കുന്ന സമയത്തേക്കാൾ കുറച്ചുകൂടി സമയം ഉറങ്ങും എന്ന് മാത്രം. അങ്ങനെ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ ബെഡൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടു. പിന്നീട് ഞാൻ പോയി ഫ്രഷായി. അതിനുശേഷം ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കി. എല്ലാ ദിവസവും ഈ ചായയുമായിട്ട് ഞാൻ കുറച്ച് സമയം എനിക്ക് വേണ്ടി മാത്രം ഇരിക്കും. അതായത് എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം. ഞാനിപ്പോൾ ഇരുന്ന് എഴുതുന്നത്, നിങ്ങളൊരു പക്ഷേ വിചാരിക്കും രാവിലെ എഴുന്നേറ്റ ഉടനെ എന്താണ് എഴുതുകയൊക്കെ ചെയ്യുന്നതെന്ന്. ഞാൻ എഴുതുന്നത് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാണ്. കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഞാൻ മുടങ്ങാതെ ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയ ഒന്നാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്. ഞാനിപ്പോൾ അതായത് നമുക്ക് ജീവിതത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, നമുക്ക് പരാതികളില്ല, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് എഴുതുകയാണ്. എങ്ങനെ നോക്കിയാലും ഒരു 8-10 അനുഗ്രഹങ്ങളെങ്കിലും നിങ്ങൾക്കും കാണും എഴുതാനായിട്ട്. അത് എഴുതിക്കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന പോലെ ഇരുന്നത്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയതാണ്. നമ്മൾ മനസ്സിൽ അതിനൊരു നന്ദി പറയുകയാണ്, ഇത്രയുമൊക്കെ എൻ്റെ ലൈഫിൽ നടന്നല്ലോ എന്ന്. അതിനുശേഷം ഞാൻ വേറൊരു ബുക്ക് എടുത്തു. അത് എനിക്ക് ഇന്ന് ചെയ്തു തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അത് ഞാനിങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് പോലെ എഴുതുകയാണ്. അപ്പോൾ എനിക്കിന്ന് കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞത്, റൂം ക്ലീൻ ചെയ്യാനുണ്ട്, കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം. ചിലപ്പോൾ നമ്മളിങ്ങനെ രാവിലെ തൊട്ട് പ്ലാൻ ചെയ്തിരിക്കും, അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിക്കും. പക്ഷേ ഇങ്ങനെ അവിടെ ഇരുന്ന് ഫോണിൽ തോണ്ടിയൊക്കെ നമ്മുടെ ടൈം അങ്ങ് പോകും. വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് തോന്നും, ഒരു ദിവസം മുഴുവൻ കിട്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതൊഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ വർഷത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇങ്ങനെ ഓരോ പേജിൽ ഓരോ ദിവസം എഴുതി പോയ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് കൂടി ഒന്ന് കാണിക്കാം. ഇതാണ് എൻ്റെ ടു ഡു ലിസ്റ്റ്. അതിനുശേഷം ഞാനൊരു ബുക്ക് കുറച്ച് സമയം, ഒരു 2-3 പേജ് ഒന്ന് വായിക്കും. രാവിലെ തന്നെ എണീറ്റിരുന്ന് ഒരുപാട് വായിക്കാൻ പറ്റില്ല, എങ്കിലും ഒരു 2-3 പേജെങ്കിലും വായിച്ചെന്ന് ഞാൻ ഉറപ്പ് വരുത്തും. കുറേ വർഷങ്ങളായിട്ട്, അതായത് ചെറുപ്പം മുതൽ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ശീലമാണ് വായന എന്നുള്ളത്. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വായിക്കും. പിന്നെ ഇടയ്ക്ക് ചില സമയത്ത് ജോലിയുടെ ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റായി പോയിരുന്നെങ്കിലും മാക്സിമം കഴിയുന്ന സമയത്തൊക്കെ നല്ല നല്ല ബുക്ക്സ് വായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ചെറുപ്പത്തിലേ കിട്ടിയ ഒരു ശീലമാണ്. അങ്ങനെ ഏകദേശം 5 പേജ് ഞാനിന്ന് വായിച്ച് തീർത്തു. അതിനുശേഷം ബുക്ക് മാർക്കൊക്കെ എടുത്ത് മടക്കി വെച്ചു. ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴും ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കഴിക്കാറ്. കാരണം ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നതുകൊണ്ട് വലിയ പ്രിപ്പറേഷനൊന്നും നടത്താറില്ല. പക്ഷേ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിക്കാൻ ഞാൻ നോക്കും. അപ്പോൾ ഇന്ന് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുവാണ്. സാധാരണ ഞാൻ ആൽമണ്ട് ഒക്കെ സോക്ക് ചെയ്തതോ അല്ലെങ്കിൽ കുറച്ച് സീഡ്സോ ഒക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഞാൻ സോക്ക് ചെയ്യാൻ മറന്നുപോയിരുന്നില്ല. സോ ഞാൻ വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ റോ ആയിട്ട് കഴിക്കാം എന്ന് വിചാരിച്ച് കുറച്ച് ആൽമണ്ടും കുറച്ച് പംകിൻ സീഡും എടുത്തു. ഇനി അതിനുശേഷം നമുക്ക് ക്ലീനിങ് തുടങ്ങണം. അപ്പം എൻ്റെ റൂമിലെ എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ്. ഞാൻ എഴുതുന്നതും എന്തെങ്കിലും വായിക്കുന്നതും എന്തെങ്കിലും ചിന്തിക്കുന്നതും എല്ലാം ഈ ടേബിളിന് മുമ്പിൽ വെച്ചാണ്, എൻ്റെ വിഷൻ ബോർഡൊക്കെ വെച്ച് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നൊരു സ്പേസാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പം ഇവിടെ നിന്നാണ് എൻ്റെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ നന്നായിട്ട് തുടച്ചു, ഒന്ന് അടുക്കി ഒതുക്കിയൊക്കെ വെച്ചു. പിന്നെ ബെഡ് സൈഡ് ടേബിൾ കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി നന്നായിട്ട് തുടച്ച് എല്ലാം റീപ്ലേസ് ചെയ്ത് വെച്ചു. ഈ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മളെ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതോ ആയിട്ടുള്ളൊരു കാര്യമല്ല.
എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ക്ലീൻ ആയിട്ടുള്ള സ്പേസിൽ ഇരുന്നില്ലെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റീവായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഞാനെപ്പോഴും ഞാനിരിക്കുന്നിടം ഒന്ന് വൃത്തിയാക്കിയിടാൻ എപ്പോഴും ശ്രമിക്കും. പിന്നെ ഒത്തിരി സ്ഥലമാണുള്ളെങ്കിൽ പോലും ഞാനവിടെ എപ്പോഴും ഒരു ചെറിയ ചെടിയൊക്കെ വെക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്കെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും എനിക്ക് ചെടികളൊക്കെ ഉള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ. സോ ഞാൻ എൻ്റെ മണി പ്ലാന്റിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ശേഷം റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, മോപ്പ് ചെയ്തു. ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് എനിക്കൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിരുന്ന് വന്നത്. അപ്പോൾ ഞാനത് ഓടിപ്പോയത് വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ ഇതാണ് ഇപ്പോൾ ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട്. എപ്പോഴും ഈ ഫൈനൽ ഔട്ട്പുട്ടാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്ന ഹെയർ മാസ്ക്. ട്രെസമ്മയുടെ ഹെയർ മാസ്കാണ്. എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല ഫ്രിസ്സി ഹെയറാണ്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെവിടെയോ മിസ്സായിപ്പോയി. പിന്നെ അത് ഉപയോഗിച്ചില്ല. പിന്നെ ആലോചിച്ചപ്പോൾ അത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. സോ ഞാൻ ഈ 0 സൾഫേറ്റിൻ്റെ കെരാറ്റിൻ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. ആ ഷാമ്പൂവിൻ്റെ കൂടെ വൺസ് ഇൻ എ വീക്ക് ഞാൻ ഈ മാസ്കും കൂടെ യൂസ് ചെയ്യും. സോ ഞാനിങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പോയി കുളിച്ചു വന്ന് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു സിറം, ഒരു മോയ്സ്ചറൈസർ, ഒരു ലിപ് ബാം, അത്രേ ഉള്ളൂ. കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഞാൻ നല്ല ചൂട് ചോറ് കറിയൊക്കെ കൂട്ടി കഴിച്ചു. ചോറുണ്ട് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് തുണി എനിക്ക് മടക്കാനുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ടു ഡു ലിസ്റ്റിലുണ്ടായിരുന്ന കാര്യങ്ങളാണ്. സോ ഞാൻ അതൊക്കെ മടക്കി വെച്ചു. പിന്നെയും സമയമുണ്ടായിരുന്നു. സോ ഞാനൊരു മൂവി കണ്ടു. ചിലർ പറയാറുണ്ട് തുണി മടക്കി വയ്ക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെന്ന്. ഓരോ ആൾക്കാർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. ചിലർക്ക് ചില പണികൾ ചെയ്യാൻ നല്ല ഇഷ്ടമായിരിക്കും, ചിലർക്ക് ചിലത് ചെയ്യാൻ ഇഷ്ടമില്ലായിരിക്കും. അങ്ങനെ എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ. എനിക്ക് പക്ഷേ തുണി മടക്കി വയ്ക്കാൻ അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല. എനിക്ക് തുണി ഇങ്ങനെ കൂടി കിടക്കുന്നതാണ് എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തത്. അങ്ങനെ വൈകുന്നേരമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് വരാം. അപ്പോൾ ഞാൻ കോമ്പൗണ്ടിൽ പുറത്തുള്ള സ്ഥലത്തേക്ക് പോവാണ്. അവിടെ കുറച്ച് വാക്ക് വേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുവഴി നമുക്ക് നടക്കാം. ഈവനിങ് വോക്കിന് വരുന്നവരൊക്കെ അതുവഴി വരും. അങ്ങനെ വലിയ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമൊന്നും അല്ലെങ്കിലും ഉള്ള കുറച്ച് പച്ചപ്പൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ കുറേ നല്ല മരങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നടക്കാൻ സ്ഥലമുണ്ട്. അങ്ങനെ കുറച്ച് സമയം നടന്നിട്ട് ഞാൻ റൂമിലേക്ക് കയറി പോന്നു. പിന്നെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഡ്രോയിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഒരു ചെറിയ ബുക്കാണ്. ഞാൻ ഇതിലാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ ക്രാഫ്റ്റ് ആർട്ട് വർക്ക് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് ഞാൻ പിൻട്രസ്റ്റിലൊക്കെ നോക്കി ഒരു ഡിസൈനൊക്കെ കണ്ടുവച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പല കളർ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഡിസൈൻ വരയ്ക്കുക. പക്ഷേ അതങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൽ വെറുതെ ഒരു ഡിസൈൻ വരച്ചാൽ എന്താവാനാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. പക്ഷേ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ഫോക്കസ് നമുക്ക് കൂട്ടാൻ പറ്റും. ഇന്ന് പല ആൾക്കാർക്കും ഒരു 5 മിനിറ്റ് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് ഡിഫറൻസ് ഫീൽ ചെയ്യും. ഇന്ന് ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് രാവിലെ എഴുതി വെച്ചത് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അതിൽ എഴുതിയിരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ ചെയ്ത് തീർത്തു. ഇനി എനിക്ക് ഉറങ്ങാനുള്ള ടൈമാണ്. സോ ഇത് ഒരു സ്കാൽപ്പ് മസാജറാണ്. ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്തിട്ടാണ് രാത്രി കിടക്കുന്നത്. ഹെയർ ഗ്രോത്ത് ബാലൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സാധാരണ പോലെ ഒരു സ്കിൻ കെയർ ചെയ്യും. പിന്നെ ഒരു ഹെയർ സീറം കൂടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം പോയത്. അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ട് പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.